ചോദിച്ച ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആധികാരികമായിട്ടാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യമാണ്, വ്യവസ്ഥാപിതമാണ്, വ്യവസ്ഥയിൽ എഴുതിയ വിഷയമാണ്. നബിതങ്ങളോട് നിസ്കാരത്തിനോ പുറത്തോ നിന്നുകൊണ്ട് ഓ നബിയെ എന്നൊരാള് വിളിച്ചാൽ നബിതങ്ങൾ കേൾക്കില്ല പോൽ എവിടെ തെളിവ്, എവിടെ ആയത്ത്, എവിടെ ഹദീസ്? ഓതണം ആയത്ത്. ഞങ്ങൾ അവിടെ ഓതിയിട്ടുണ്ട്. ഇവിടെ ചോദ്യം ചോദിച്ചാൽ മറുപടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആദ്യം ഓതിയെങ്കിൽ എന്താ പറയാൻ ഇത്ര പേടി? ഞങ്ങൾ അവിടെ മുതൽ ഇവിടം വരെ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന്. എന്തേ ധൈര്യമില്ലാത്തത് പറയാൻ? പറയണം. ആയത്ത് ഓതണം, അല്ലെങ്കിൽ തെളിവ് ഉദ്ധരിക്കണം. അള്ളാഹുവിന്റെ ഹബീബിനെ നിസ്കാരത്തിലോ നിസ്കാരത്തിന്റെ പുറത്തോ ഓ നബിയെ എന്ന് വിളിച്ചാൽ നബിതങ്ങൾ കേൾക്കില്ല എന്ന് നിങ്ങൾ എഴുതി തന്ന വാദത്തിന്റെ ആധികാരികമായൊരു രേഖയാ ഞാൻ ചോദിച്ചത്. അപ്പൊ അത് ഇതൊക്കെ പറഞ്ഞു പോയേക്കെ പ്രബന്ധത്തിന് മറുപടി പറയാൻ എഴുന്നേറ്റ് പോലെ. അപ്പൊ സ്ഥിരം ഡയലോഗ് മാറ്റർ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ചോദിച്ചതിന് മറുപടി ഇങ്ങോട്ട് പറ. ആ ചോദിച്ചതിന് മറുപടി പറയുമ്പോ ഇൻഷാ അള്ളാഹ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാകും. അതുകൊണ്ട് ഹബീബായ നബിതങ്ങളെ നിസ്കാരത്തിലോ നിസ്കാരത്തിന്റെ പുറത്തോ ഒരാൾ, ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഉരുണ്ട് കളിക്കുകയാണ്, വിഷയം മാറ്റുകയാണ് എന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. ഓ നബിയെ എന്ന് വിളിച്ചാൽ ആ നബിതങ്ങൾ കേൾക്കില്ല എന്ന് നിങ്ങൾ എഴുതി തന്ന വാദത്തിന് ആധികാരികമായ ഒരു രേഖയാ ചോദിച്ചത്. എനിക്ക് വേറൊന്നും കേൾക്കണ്ട. അപ്പൊ പ്രസംഗ മത്സരമൊക്കെ നമുക്ക് പിന്നീട് നടത്താം. ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കെട്ടി, ഇപ്പുറത്ത് നമുക്ക് കെട്ടി, മണ്ണനക്കളൊക്കെ നമുക്ക് നടത്താം. ഒരുപാട് നടത്തിയിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഇനി എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ മൗലവി തയ്യാറാകണം. എന്റെ ഈ വാദത്തിനാണ് മറുപടി വേണ്ടത്, ആ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. ചോദ്യം ഇതാണ്, എല്ലാവർക്കും ശ്രദ്ധിച്ചോ. ഈ സംവാദം കഴിയുമ്പോൾ ഈ ചോദ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിലോ നിസ്കാരത്തിന്റെ പുറത്തോ ഓ നബിയെ എന്നൊരു മുസ്ലിമായ മനുഷ്യൻ വിളിച്ചാൽ നബിതങ്ങൾ കേൾക്കൂല, തെളിവ് ഉദ്ധരിക്കണം. നബിതങ്ങൾ കേൾക്കൂല എന്നതിന്റെ തെളിവ് ഉദ്ധരിക്കണം. അതാണ് പറഞ്ഞത്. അല്ലാതെ വേറെ പ്രസംഗങ്ങളോ മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. ചോദ്യം അതാണ്. വ്യവസ്ഥ എഴുതി തയ്യാറാക്കിയാണല്ലോ നമ്മൾ സംവാദത്തിന് വന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രസംഗ മത്സരം നടത്തിയാൽ മതിയായിരുന്നല്ലോ. വ്യവസ്ഥ എഴുതി തയ്യാറാക്കി എല്ലാം ക്ലിയർ ചെയ്താണ് നമ്മൾ സംവാദത്തിന് വന്നിട്ടുള്ളത്. ആയത്ത് ചോദിച്ചാൽ ആയത്തോതണം, തെളിവ് ചോദിച്ചാൽ തെളിവ് ഉദ്ധരിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ മറ്റു പ്രസംഗങ്ങളോ മറ്റുമൊന്നുമല്ല. ഈ നിങ്ങളുടെ വാദത്തിന് ആധികാരികമായ ഒരു രേഖ, ആയത്ത്, ഹദീസ്, എന്ത് ഇജ്മാ, ഖിയാസ്, ഏതെങ്കിലും ആധികാരികമായ ഒരു രേഖ നിങ്ങൾ ഉദ്ധരിക്കണമെന്നാണ് എന്റെ ചോദ്യം. അതിന് മറുപടി പറയണം. 5 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, സത്യം മനസ്സിലാക്കാൻ വേണ്ടി വന്നവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അതിന്റെ തയ്യാറാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത അവസരത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആയത്ത് ഉദ്ധരിക്കണം, ആയത്ത് പറയണം. വളരെ വളരെ ആവശ്യത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ ആയത്ത് ഉദ്ധരിക്കണം. അല്ലാതെ അതും ഇതും എന്ന് പറഞ്ഞല്ല അവസാനിപ്പിക്കേണ്ടത്. ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഓ നബിയെ എന്ന് വിളിച്ചാൽ നിസ്കാരത്തിലായാലും അല്ലെങ്കിലും കേൾക്കുകയില്ല എന്നുള്ളതിന് തെളിവ് ഉദ്ധരിക്കണം. അതിന് നിങ്ങൾ സന്മനസ് കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരാൾ പ്രസംഗിച്ചത് കേട്ടല്ലോ. അപ്പൊ അങ്ങനെ തന്നെയാണ്. ചോദ്യമാണെങ്കിലും മറുപടിയാണെങ്കിലും 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പ്രഭാഷണം തന്നെയായിരിക്കും. അല്ലാതെ 5 മിനിറ്റ് മുണ്ടാന്നിട്ട് എഴുന്നേറ്റ് പോലാ. എന്താ നിങ്ങളെ കഥ? അപ്പോ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് അങ്ങനെ വിശദീകരിച്ച് തന്നെ പറയാ. നിങ്ങൾ പറഞ്ഞ വിഷയം, അതെ, ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു. നിങ്ങളത് ഗണ്ണിക്കിൻ, അതല്ല വിഷയം. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു, ആയത്തുകൾ ഞങ്ങൾ ഓതി ഇല്ല. അങ്ങനെ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന് പറയാൻ സാധിക്കൂല, അങ്ങനെ പറയാൻ പറ്റൂല. അതിനാ ഞങ്ങൾ ആയത്തോതിയത്. ആയത്ത് ഞങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞു, ഗണ്ണിച്ചിട്ടില്ല നിങ്ങൾ. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. അങ്ങനെയാ, ചിലപ്പോ ഉത്തരം ചോദ്യ രൂപത്തിലായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ, നിങ്ങൾ കിതാബോധി പഠിക്കാത്തോണ്ടാ. ചോദ്യം ഉത്തരവും ചിലപ്പോ ചോദ്യ രൂപത്തിൽ വരും. അത് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നാൻ എന്നോടാ ചോദിക്കണത് എന്ന്. അതാ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ വിഷയം. നിങ്ങൾ പറഞ്ഞ വിഷയത്തിന് നിങ്ങൾക്ക് തെളിവ് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വർത്താനം പറഞ്ഞു പോയതേ ഉള്ളൂ. ഇല്ല, ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു. ഞങ്ങളുടെ വിഷയാവതരണം തന്നെ അങ്ങനെയാണ്. മരിച്ചുപോയ ആളുകൾ, അതേ, മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞത്, മരണപ്പെട്ടു പോയ ആളുകൾ കേൾക്കുകയില്ല എന്ന് പറഞ്ഞത്, അതേ, അവർക്ക് സ്ഥായിയായി അങ്ങനെ ഒരു ഭാവമേ ഇല്ല, അങ്ങനെ കേൾക്കാൻ സ്ഥിരമായി അവർക്ക് സാധിക്കുകയില്ല എന്ന് കൃത്യമായ ആയത്തുകൾ ഇവിടെ
പാരായണം ചെയ്തു, ആയത്തുകൾ പറഞ്ഞു തന്നു. പക്ഷെ നിങ്ങൾ ആയത്തിൽ തൊടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് അഭിനയിക്കുകയാണ്. ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് അഭിനയിക്കുകയാണ്. ഞങ്ങൾ ആയത്തോതി ഇല്ല, ആ ആയത്ത് തെളിവല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങളെ വിഷയാവതരണം മുതൽ ഞങ്ങൾ പറഞ്ഞ വാചകം അതാണ്. ഇല്ല, മരിച്ചുപോയ ആളുകൾക്ക് അങ്ങനെ ഒരു കഴിവ് ഇല്ലേ ഇല്ല. നിങ്ങൾ എഴുതിയ വാദപ്രകാരം എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും, ഏത് സ്ഥലത്ത് നിന്ന് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കാൻ കഴിയുമെന്ന നിങ്ങളുടെ വാദം ഈ ആയത്തിന് വിരുദ്ധമാണെന്ന് ഞങ്ങൾ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു. വിഷയാവതരണത്തിൽ ആയത്തോതി സമർത്ഥിച്ചു. ഇല്ല, നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ ആ വിഷയത്തിന് എന്ത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു മാറ്റർ അങ്ങ് വായിച്ചു. മാറ്ററാ വായിച്ചത് ഞങ്ങള്, നിങ്ങളുടെ നട്ടല്ലൊടിക്കുന്ന മാറ്റർ. അതെ, നിങ്ങളുടെ വാചകത്തെ തകർക്കുന്നത് ആയത്തുകൾ ഞങ്ങൾ വീണ്ടും പറയണോ? ആ വിഷയാവതരണത്തിൽ പറഞ്ഞ ആയത്തുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ, നോട്ട് ചെയ്തിട്ടുണ്ടാകുമല്ലോ. അതാണ് ഞങ്ങൾ ഇശാറത്ത് ലമീർ അങ്ങോട്ട് മടക്കിക്കൊള്ളുക. അതേ, ഞങ്ങൾ പറഞ്ഞ വാചകം അള്ളാഹുവിന്റെ ഖുർആനിൽ പഠിപ്പിച്ചു തന്നു. മരിച്ചുപോയ ആളുകൾ, ആ ആളുകളെ നിങ്ങൾ വിളിച്ചാൽ കേൾക്കുകയില്ല, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല. ഖലീബ് സംഭവം അല്ലാഹുവിന്റെ റസൂൽ എവിടെ വെച്ച് എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്നതിന് തെളിവല്ല. തെളിവാണെങ്കിൽ കണ്ട അണ്ടനും മടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിയും എല്ലാവരും കേൾക്കും. സ്ഥിരമായി നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം, കേൾപ്പിക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ. അത് ഭാർഗവനെയാണെങ്കിലും ചെല്ലപ്പനെയാണെങ്കിലും തോമസിനെയാണെങ്കിലും ഒക്കെ അതിൽ പെടും. ഇവിടെ വിഷയം അതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എപ്പോൾ എങ്ങനെ എപ്പോൾ വിളിച്ചാലും കേൾക്കുമെന്ന്, അതിനാണ് പറയേണ്ടത്. ഞങ്ങൾ ആയത്ത് പറഞ്ഞു. നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി നിങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ കൃത്യമായ മറുപടി പറഞ്ഞു. എവിടെ? വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞു. എന്റെ മറുപടിയിൽ, ഒന്നാമത്തെ മറുപടിയിൽ നിങ്ങൾക്ക് സൂചന നൽകി. കിതാബ് അറിയുന്നവർക്ക് ലമീർ മടക്കാൻ അറിയില്ലേ? ഇശാറത്ത് കിട്ടിയാൽ അറിയില്ലേ? ഞങ്ങൾ കാണിച്ചു തന്നു ഓരോ ആയത്തുകളും. ആ ആയത്തുകൾ ഓരോന്നും നിങ്ങൾ ആ പറഞ്ഞ വാചകത്തിന് എതിരാണ്, നിങ്ങളുടെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളോട് സൂചിപ്പിച്ചു തന്നു. വീണ്ടും ഞാനൊരു കാര്യം നിങ്ങളോട് കൂടി ഉണർത്തുകയാണ്. എന്താ? ഇവിടെ തുടക്കത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ കളിയാക്കാൻ വേണ്ടി ഒരു വർത്തമാനം പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താ അത്? മക്കാ മുശ്രിക്കൽ കാഫിറുകൾക്ക് എതിരെ ഇറങ്ങിയ ആയത്ത് മുസ്ലിങ്ങളായ ഞങ്ങൾക്കെതിരെ ഓതിക്കളഞ്ഞു. അല്ല മക്കളെ, മുസ്ലിമീങ്ങളായ ആളുകൾ കാഫിരീങ്ങളെ പ്രവർത്തനം ചെയ്താൽ പറയണ്ടേത്? ആയത്തോതണ്ടേ? അപ്പൊ പുതിയ ആയത്തിറക്കണോ? എവിടുന്നാ നിങ്ങൾ ഈ വരുന്നത്? ആർക്കാണ് ആയത്തിറങ്ങി? അള്ളാന്റെ റസൂലല്ലേ? ആ വിഷയം ഇന്നും തെളിവാണ്, എന്നും തെളിവാണ്. ആ പ്രവർത്തനം ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കെതിരെ ഒക്കെ ആയത്തോതും. അന്ന് വ്യഭിചരിച്ച ആളുകൾക്കെതിരെ ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നും ആ ആയത്ത് തെളിവാണ്. അന്ന് മോഷ്ടിച്ചവരെ കൈമുറിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നും അത് തെളിവാണ്. അന്ന് ശിർക്ക് ചെയ്തവർക്കെതിരെ ആയത്തിറങ്ങിയാൽ ഇന്നും അത് തെളിവാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നലാണ് ഞങ്ങളെ മുശ്രിക്കാക്കിയോ കാഫിറാക്കിയോ എന്ന് തോന്നലാണ്. അതുകൊണ്ട് ആ തോന്നലൊന്നും വേണ്ട. കൃത്യമായ ഞങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു. നിങ്ങൾ ആ പറഞ്ഞ വാദം എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ വിളിച്ചാലും കേൾക്കുമെന്ന നിങ്ങളുടെ വാദം, അള്ളാഹുവിന്റെ പ്രവാചകൻ കേൾക്കുമെന്ന നിങ്ങളുടെ വാദം, അതിനൊരിക്കലും നിലനിൽപ്പില്ല. അത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെതിരാണ്. എവിടെ ആയത്ത്? ഒരു ആയത്തെങ്കിലും ഓതിയോ? ഇതൊന്ന് വായിച്ചു കൊടുത്തു. ഇതൊന്ന് വായിച്ച് പഠിക്കാതെയാണ് അങ്ങോട്ട് വന്നത്. ഇവിടെ എന്താ ഉണ്ട് എന്ന് വിചാരിച്ചു വന്നത്. ഇതൊന്ന് ആദ്യം പഠി. 15 മിനിറ്റ് വീതം വിഷയ അവതരണം. അത് കഴിഞ്ഞു. പിന്നെ 6 ചോദ്യം 6 ഉത്തരം. 6 ചോദ്യത്തിന് 6 ഉത്തരമാണ് പറയേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞ് അവിടെ പറഞ്ഞ് വിഷയാവതരണത്തിൽ പറഞ്ഞു. ആയത്തിങ്ങോട്ട് ഇവിടെ എന്തേ അമീർ മടക്കുന്ന അങ്ങോട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാ. വ്യക്തമായി പറയാൻ ധൈര്യമില്ല. തന്റെ ഇടത്തോടു കൂടി ഞാൻ ചോദിക്കുന്നു, ആയത്തോതാൻ ധൈര്യമുണ്ടോ? ആയത്തോതാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഓതണം. അള്ളാഹുവിന്റെ റസൂലിനെ നിസ്കാരത്തിലോ പുറത്തോ വെച്ചുകൊണ്ടോ നബിയെ എന്ന് വിളിച്ചാൽ നബി തങ്ങൾ കേൾക്കില്ല എന്ന് ധൈര്യത്തോടു കൂടി അമീർ മടക്കാതെ ഒരു ആയത്തോതാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഓതണം. അതാണ് എന്റെ ചോദ്യം. അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു വീണ്ടും പഴയ മാറ്റം എടുക്കുന്നത്. വീണ്ടും ഒരു അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ വിഷയാവതരണത്തിൽ പറഞ്ഞില്ല, അതെല്ലാം കുറിച്ച് വെച്ച് കൊണ്ടുവന്ന നോട്ട് ഇങ്ങനെ വായിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിന് വരേണ്ട ഒരു കാര്യമില്ലല്ലോ. സംവാദം പാവപ്പെട്ട ജനങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോ നിങ്ങൾ സ്ഥിരമായി അങ്ങാടികളിൽ ഓതാറുള്ള ആയത്ത് എന്തേ മറന്നു പോകുന്നത്? ധൈര്യമായിട്ടോത്. അള്ളാഹുവിന്റെ റസൂലിനെ നിസ്കാരത്തിലോ പുറത്തോ
അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഓ നബിയെ എന്ന് വിളിച്ചാൽ ശിർക്കാകുമോ? പരിധിയെടുക്ക്, ഏതെങ്കിലും ഒരു ആയത്തെടുക്ക്. എല്ലാ കിതാബുകളും മുന്നിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, എന്തിനാണ് ഒരു ആയത്തെടുത്ത കൊണ്ട് ഓതിയാ പോരെ? എന്തിനാ അങ്ങനെ അത് ഇത് എന്നൊക്കെ ഇശാറത്ത് പറയേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ. എന്തിന് ഇശാറത്ത്? വ്യക്തമായി നിങ്ങൾക്ക് തൗഹീദിൽ നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾ കുറച്ചു നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമായി സ്പഷ്ടമായി ആയത്തും കൊണ്ട് ഓതണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെയാ പറയുന്നത്? ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയാൻ വേണ്ടിയിട്ടാ. ഉത്തരം കൊണ്ട് പറയും, അപ്പൊ ഞങ്ങൾ തീരുമാനമെടുക്കാം. 15 മിനിറ്റ് നിങ്ങളെ പ്രബന്ധത്തിന് മറുപടി പറയാനല്ലോ, ചോദ്യത്തിനാ മറുപടി പറയേണ്ടത്. ആകെ ഒരു ബോധവുമില്ലാതെ ആയിരിക്കുന്നു, സ്ഥലകാല ബോധം. പിന്നെ ചോദ്യം കൊണ്ടാ ചോദിക്കുന്നത്. അത് ഞങ്ങളോട് ചോദിക്കാൻ ഇത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് തരും, ചോദിച്ചോ. അപ്പൊ നിങ്ങൾ വ്യക്തമായ നിലയ്ക്ക് ഞങ്ങളുടെ വാദം, ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്ന് ഏത് സമയത്ത് ഹബീബിനെ വിളിച്ചാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുമെന്നുള്ളതിന് ഞങ്ങൾ ഖുർആൻ ഓതി തരും, ഞങ്ങൾ ഹദീസ് പറഞ്ഞു തരും, വ്യക്തമായി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിപ്പിക്കും, നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കും, സംശയം വേണ്ട. വെറുതെ അല്ല പറയുന്നതല്ല, എന്തെങ്കിലും പ്രസംഗത്തിന്റെ ഉസാറിന് വേണ്ടി പറയുന്നതല്ല, വിളിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഹബീബിനെ നിങ്ങൾ വിളിക്കും. ഇൻഷാ അല്ലാഹ് ഈ സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ വിളിക്കുമെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, വിളിപ്പിക്കും. ആയത്തുണ്ടെങ്കിലോ അത് വെറുതെ ഞാൻ അവിടെ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞില്ലേ ശ്രദ്ധിച്ചൂടായിരുന്നോ? നോട്ട് ചെയ്തില്ലായിരുന്നോ? എന്തിനാ 6 ചോദ്യവും 6 ഉത്തരവും? എന്നാ പിന്നെ പ്രബന്ധാവതരണം മാത്രം പോരായിരുന്നോ? ചോദ്യം എന്തിനാണ്? ഉത്തര സെഷൻ എന്തിനാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയണം. വലിയ മൗലവിമാരാണല്ലോ വന്നിരിക്കുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നവർ എന്തായാലും ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഒരു ആയത്ത് ഓതാൻ കിട്ടാതെ നാണമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. വലിയ മൗലവിമാർ വന്നിട്ട് ഒരായത്തും കൊണ്ട് ഓതിയാൻ കഴിഞ്ഞില്ലേ വിഷയം? ഞങ്ങളെ തോപ്പിച്ചൂടെ? അല്ലെങ്കിൽ ഞങ്ങളെ റസൂലുള്ളാഹി വിളിച്ചാൽ കേൾക്കൂലെന്ന് ഞങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചൂടെ? ആ ഒരു അവസരം ഞങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക, സ്ഥിരം മാറ്റർ പറയാൻ വേണ്ടിയിട്ട്. എന്തിന്? എന്തൊരു ഗതികേടാണ്, എന്തൊരു ഗതികേടാണ്. ഗതികേടോ നിന്റെ പേരെയോ വഹാബിസം, നിന്റെ പേരോ വഹാബിസം എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാണമില്ലാത്തൊരു വിഭാഗമെന്ന് ഇവരെ കുറിച്ച് നമുക്ക് പറഞ്ഞുകൂടാ. കാര്യം എന്താ? അങ്ങനെ പറഞ്ഞാൽ നാണമില്ലാത്തവർക്കും കൂടി നാണക്കേടാ. അതുകൊണ്ടാണ് പറഞ്ഞുകൂടാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആയത്തുണ്ടെങ്കിൽ ഓതണം, ആയത്തും കൊണ്ട് ധൈര്യമായിട്ട് പറയണം, തന്റെ ഇടത്തോടു കൂടി പറയണം. ഒരായത്തോതാൻ വലിയ സമയമൊന്നും ആവശ്യമില്ലല്ലോ, 10 മിനിറ്റ് കൊടുത്ത് ആയത്തോതാൻ കഴിയില്ല. ഒരു ഖുർആൻ എടുത്തു കൊടുത്തേ, ആയത്ത് 6666 ഉണ്ട്, ആയത്ത് കേൾപ്പിക്കട്ടെ. അവിടെ ഖുർആനില്ലേ, ആ ഖുർആൻ എടുത്തിട്ടൊന്ന് ഒരായത്ത് നോതി കേൾപ്പിച്ച് 6666 അള്ളാഹുവിന്റെ ആയത്തുകളിൽ ഒരൊറ്റ ആയത്ത്. ഹബീബായ നബിതങ്ങളെ നിസ്കാരത്തിലോ നിസ്കാരത്തിന്റെ പുറത്തോ എവിടെ വെച്ച് വിളിച്ചാലും ഓ നബിയെ എന്ന് വിളിച്ചാൽ നബിതങ്ങൾ കേൾക്കുകയില്ല എന്ന് നിങ്ങൾ എഴുതി തന്ന ആധികാരികമായ നിങ്ങളുടെ വാദത്തിന്റെ ഒരു ഉദ്ധരണി, ഒരു ആയത്ത്, ഒരു ഹദീസ് ഒന്ന് ഓതി കേൾപ്പിച്ചു തരാൻ മൗലവിമാരെ 4 പേര് നിരന്നിരിക്കുകയാണെങ്കിലോ ഒരാളെങ്കിലും സഹായിച്ചോ? കൂട്ടത്തിനാണെങ്കിൽ ജിന്നിനെയും വിളിച്ചോ? കാരണം ഇപ്പൊ ജിന്ന് കയറി ആകെ അടിച്ച് തൂഫാനാക്കിയിരിക്കുകയാണല്ലോ വഹാബിസത്തെ. ജിന്നിനെയും കൂട്ടി വിളിച്ചോ? എന്നിട്ട് ഒരു ആയത്തോതി തരൂ. എന്തിനിങ്ങനെ മടിക്കണം? എന്തിനു മടിക്കണം? അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ വാദോരാതെ ഉദ്ധരിക്കുന്ന നിങ്ങൾക്ക്, വേണ്ടതിലും വേണ്ടാത്തതിനും ആയത്ത് ഉദ്ധരിക്കുന്ന നിങ്ങൾക്ക്, അള്ളാഹുവിന്റെ ഹബീബ് കേൾക്കില്ല എന്ന നിങ്ങളുടെ വാദം എഴുതി തന്നപ്പോ നിങ്ങളത് ആലോചിക്കണമായിരുന്നു. അവർ വിളിച്ചപ്പോ വന്നപ്പോ ആലോചിക്കണമായിരുന്നു ആയത്തില്ല എന്ന്. പിന്നെന്തിനാ അവിടെ വന്നിട്ട് ഇങ്ങനെ വിയർക്കുന്നത്? വിയർക്കേണ്ട കാര്യമുണ്ടോ? ആയത്തുണ്ടെങ്കിൽ ഓത്, ഇവർ കേൾക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. സത്യം മനസ്സിലാക്കലാണല്ലോ, സത്യം മനസ്സിലാക്കലാണ് സംവാദം കൊണ്ടുള്ള ലക്ഷ്യമെങ്കിൽ അങ്ങനെ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ മൗലവിമാർ തയ്യാറാകണം, അതിന്റെ ധൈര്യം കാണിക്കണം. എന്താന്ന് വെച്ചാൽ ഏതായത്താണെങ്കിലും ഓതു, അപ്പോൾ കാണാം അള്ളാഹുവിന്റെ ഹബീബിന്റെ വിളി അതിലുണ്ടോ, ഹബീബിനെ വിളിച്ചാൽ കേൾക്കൂല എന്നതിലുണ്ടോ. അപ്പൊ നമുക്കൊന്ന് കാണാവുന്നതാണ്. ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ആ സ്ഥിരം 5 മിനിറ്റുള്ള പ്രസംഗത്തിനാണെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ സത്യം മനസ്സിലാക്കാൻ വന്നവരാണ്, ആയത്തുണ്ടോ എന്നറിയാൻ വന്നവരാണ്. അതുകൊണ്ട് ആയത്തോതണം. ഏതായാലും പ്രസംഗം കൃത്യമായിട്ട് നടക്കട്ടെ. 5 മിനിറ്റ് നേരം നല്ലൊരു പ്രസംഗം എപ്പോഴും കേട്ടല്ലോ നിങ്ങള്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആയത്തോതി തുടക്കം മുതൽ നിങ്ങൾ ഇശാറത്താക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് കുറച്ച് ബുദ്ധിയുള്ള ആളുകളല്ലേ, ബുദ്ധിയുള്ളവർക്ക് ഇശാറത്ത് മതിയെന്നാ. അപ്പൊ അതും ഇല്ലാതായിക്കണോ? അവസാനം ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ നാണക്കേടുണ്ട്, നാണമില്ലാത്ത ആളുകളാണ് എന്നാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ചില സ്ഥലങ്ങളിലെ ആല് മുളച്ചാൽ അത് തണലാണെന്ന് പറഞ്ഞ വിഭാഗത്തിലാണോ നിങ്ങളെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ജാതി ഡയലോഗൊന്നും ഇങ്ങോട്ട് കാച്ചണ്ട. നിങ്ങളെപ്പോലെ തന്നെ ദർസിൽ ഓതി കോളേജ് പഠിച്ചിട്ട് വന്നാണ്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അതേ രൂപത്തിലും നാണയത്തിലും തിരിച്ചടിക്കാൻ എനിക്കറിയും. അതുകൊണ്ട് ആ ജാതി വർത്തമാനമൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കേണ്ടതില്ല. പിന്നെ ജിന്ന് കൂടിയും മുത്താലിമീങ്ങളും ആളുകളുടെ വീട്ടിൽ പോയതൊക്കെ നിങ്ങളെ പേരോട് ഉസ്താദ് പറഞ്ഞത് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ പറയണ്ട ജിന്ന് ആരുടെ കോലത്തിൽ വരുമെന്നും ജിന്ന് അങ്ങോട്ട്
അങ്ങോട്ടൊക്കെ പോകുമെന്നും ജിന്ന് പെണ്ണുങ്ങളടുത്ത് പോയതും പെണ്ണുങ്ങൾ പരാതി പറഞ്ഞതും മുത്താലിമീങ്ങളെ കണ്ടാൽ എതിർക്കരുതെന്നൊക്കെ പറഞ്ഞ വാചകങ്ങളൊന്നും മറക്കണ്ട. അതുകൊണ്ട് വിഷയം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കരുത്, വിഷയം വഴിതിരിച്ചു വിടണ്ട. ഞങ്ങൾ കൃത്യമായി വിഷയാവതരണം മുതൽ ആയത്തോതി കേൾപ്പിച്ചു നിങ്ങളെ. എന്തേ മിണ്ടാത്തത്? എന്തേ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ആയത്തല്ലേ ഞങ്ങൾ ഓതിയത്, നിങ്ങളെപ്പോലെ ബടായി പൊട്ടിച്ചതല്ലല്ലോ. സാവിനെ എടുത്തു കാണിച്ച് സുബുക്കിനെ എടുത്തു കാണിച്ച് ബടായി പൊട്ടിച്ചതല്ലല്ലോ. ഞങ്ങൾ ആയത്തല്ലേ ഓതിയത്, കൃത്യമായ ആയത്തുകൾ. ഓരോ വിഷയങ്ങളിലും എന്തുകൊണ്ട് പറ്റുകയില്ല, എന്തുകൊണ്ട് ഈ വാദം സ്ഥിരപ്പെടുകയില്ല എന്നതിന് ഞങ്ങൾ കൃത്യമായ ആയത്തോതി കേൾപ്പിച്ചു തന്നു. ഇല്ല, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല, മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല തുടങ്ങുന്ന ആയത്തുകളുടെ വാചകങ്ങൾ. എന്നിട്ട് ഇപ്പോഴും പറയാൻ ഞാനിക്ക് മറുപടി പറഞ്ഞില്ല, ആയത്തോതിയില്ല. ആയത്ത് നിങ്ങൾക്ക് മതിയായിട്ടില്ലേ? ഇനി ഹദീസ് വേണോ? ഹദീസും വരാം. കിതാബുകളുടെ ഇബാറത്ത് വേണോ? അതും വരാം, ഒക്കെ വരും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, റെഡിയാണ് ഇവിടെ ഓരോന്ന്. നിങ്ങളെ വല്ല ശൈഖുനമാരുടെ സാധനങ്ങൾ വരെ ഞങ്ങളെ കയ്യിലുണ്ട്, മറക്കണ്ട. അത് ആവശ്യം വരുമ്പോഴേ ഇൻഷാ അല്ലാഹ് ഞാൻ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന നിങ്ങളുടെ വാദം അത് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ വിഷയാവതരണത്തിൽ ഓതിയ ആയത്തുകളുടെ മുന്നിൽ തന്നെ തകർന്നു തരിപ്പണമായി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് എഴുന്നേറ്റ് നിന്നപ്പോൾ കയ്യും പറിച്ചിട്ട് വിഷയം എങ്ങനെ പറയണമെന്ന് പോലെ അറിയാത്തൊരവസ്ഥയിലായി. അവസാനം 2-3 വാചകങ്ങൾ കലീബും അതുപോലെ തന്നെ ഖറഅനിയാലും ഒക്കെ പറഞ്ഞൊപ്പിച്ചവിടെ ഇരുന്നപ്പോ നിങ്ങൾ അറിയണം, ഞങ്ങൾ അതിനെയൊക്കെ പിടികൂടിയതാ. ഇല്ല ഇല്ല, നിങ്ങൾ പറഞ്ഞ വാദമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കാൻ കഴിയുമെന്ന വാദം അത് ഈ ആയത്തുകൾക്ക് വിരുദ്ധമാണ് എന്ന് ഞങ്ങളുടെ വിഷയാവതരണം മുതൽ ഞങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയതാണ്. വീണ്ടും ഞാൻ എൻ്റെ ഒന്നാമത്തെ മറുപടിയിൽ പറഞ്ഞു, ആ ആയത്തുകൾ നിങ്ങൾക്ക് ഇശാറത്ത് തന്നു, പക്ഷെ നിങ്ങൾക്ക് ഇശാറത്ത് മനസ്സിലാവുന്നില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, അമീറൊന്നും അടക്കൂ. അതും അറിയില്ല. അറിയണം, കിതാബ് ഓതണ്ടേ. അതറിയണമെങ്കിൽ കിതാബ് ഓതണ്ടേ, നെഹ്വു സർഫൊക്കെ പഠിക്കേണ്ട മക്കളെ. എന്നാലല്ലേ ഇശാറത്തും പറഞ്ഞാലും ലമീറും അടക്കാൻ പറഞ്ഞാലൊക്കെ മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഇതാ 2 പ്രാവശ്യവും ഞാൻ പറഞ്ഞു തന്നു. ഞങ്ങൾ ആ പറഞ്ഞ വിഷയം വീണ്ടും വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. ഇല്ല, ഒരൊറ്റയാൾക്കും, അത് അള്ളാഹുവിന്റെ റസൂലിനാവട്ടെ, ആരുമാവട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന നിങ്ങളുടെ വാദം അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾക്ക് വിരുദ്ധമാണ്. ആ ആയത്തുകൾ ഓരോന്നും ഞങ്ങൾ പാരായണം ചെയ്തതാണ്. ഇല്ല നബിയേ, ഇല്ല, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. വീണ്ടും വീണ്ടും ആയത്തുകൾ ഓരോന്നും ഞങ്ങൾ വീണ്ടും വീണ്ടും പാരായണം ചെയ്തു. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണോ? ആയത്ത് എവിടാന്ന് നമ്പർ ഇട്ടാഞ്ഞിട്ടാണോ? അതങ്ങളെ വിഷയം അതാണ്. അന്ന് അടുത്തിരിക്കുന്ന മുയിലാരോടൊന്ന് ചോദിച്ചു നോക്ക്, കിട്ടുമെങ്കിൽ. ഏതായാലും നിങ്ങൾക്ക് എവിടുന്ന് വിളിച്ചാലും കേൾക്കലാണല്ലോ. ഒന്ന് ചോദിച്ചു നോക്കി മുയിലാരോട്, ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥമാണല്ലോ ഇപ്പൊരു പറഞ്ഞ്. ആ ആയത്ത് ഏതാണ്? ഇപ്പൊ ഒരു വിഷയാവതരണത്തിൽ പറഞ്ഞാണല്ലോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്ന് തരീൻ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കീൻ അടുത്ത ആളോട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി തുടക്കം മുതൽ ഞങ്ങൾ വിഷയം പറഞ്ഞു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 5 മിനിറ്റ് തന്നിട്ടുണ്ടല്ലോ, ഖണ്ഡിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഖണ്ഡിക്ക്. അപ്പോഴല്ലേ സംവാദാകുക, ചോദിക്കുക, ഉത്തരം പറയുക എന്ന് മാത്രമാണോ? അതിനാണോ 5 മിനിറ്റ് തന്നത്? ഓരോരുത്തരും പറയുന്ന വിഷയം, നിങ്ങളെ ചോദ്യത്തിന്റെ പൊട്ടത്തറ ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ പറഞ്ഞ വിഷയം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തെളിയിക്കും. എല്ലാം കൂടിയാണ് 5 മിനിറ്റിൽ. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന് നിങ്ങൾ ഉദ്ധരിച്ച ആ വാദം, ആ വാദത്തെ ഞങ്ങൾ ഉദ്ധരിച്ച ആയത്തുകളുടെ മുന്നിൽ തകർന്നുപോയി. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ആയത്ത് ഉദ്ധരിച്ചിട്ടില്ല എന്ന നിങ്ങളുടെ വർത്തമാനം അതെല്ലാ കാലത്തുമുള്ള. ആയത്ത് വന്നില്ലെങ്കിലും ഒരു അർത്ഥം വന്നിട്ടുണ്ട് ഖുർആനിലെ. അങ്ങനെ ഒരു അർത്ഥം വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? അത് മരണപ്പെട്ടവരെ നബിയെ തങ്ങൾ കേൾപ്പിക്കൂല. നബി തങ്ങൾ കേൾപ്പിക്കോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം. ഈ മൗലവി എവിടെന്നാ വന്നത്? രാവിലെ കാപ്പിയാന്ന് കുടിച്ചത്. എന്താണ് നബിതങ്ങൾ കേൾപ്പിക്കോ നബിതങ്ങൾ കേൾപ്പിക്കൂല എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ തർക്കം. നബിതങ്ങൾ കേൾക്കോ ഇല്ല എന്നുള്ള കാര്യത്തിലാണ്. ഒന്ന് വ്യവസ്ഥ നിർത്തി, വ്യത്യസ്തം വ്യവസ്ഥ നിർത്തി കൊടുത്തു വായിച്ചു നോക്കട്ടെ.
നബിതങ്ങളെ കേൾപ്പിക്കാൻ കഴിയോന്നാ, നബിതങ്ങൾ കേൾക്കുമോന്നാ, അല്ലാതെ നബിതങ്ങൾ കേൾപ്പിക്കുമോ എന്നല്ല. നിങ്ങൾ ഓതിയ ആയത്ത് ഇന്നക ലാ തുസ്മിഉൽ മൗത, അതല്ലേ? നബിയെ തങ്ങള് മരിച്ചവരെ കേൾപ്പിക്കൂല, തങ്ങള് മരിച്ചവരെ കേൾപ്പിക്കൂല, തങ്ങള് കേൾപ്പിക്കൂല എന്നുള്ള ആയത്ത് ഓതിയിട്ട് തങ്ങള് കേൾക്കൂല എന്ന് പറയാൻ നാണക്കേട്. എന്ത് മൗലവി ഇത്? എന്തിനു വേണ്ടിയാ വന്നത്? നബിതങ്ങൾ കേൾപ്പിക്കൂല എന്നായത്ത്. നബിതങ്ങൾ കേൾപ്പിക്കുക, അള്ളാഹു ആണ് കേൾപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കുന്നതും അള്ളാഹു ആണ്, മരണപ്പെട്ടവരെ കേൾപ്പിക്കുന്നതും അള്ളാഹു ആണ്. മൗലവി ഓതിയ ആയത്ത് അല്ലെങ്കിൽ ആശയം പറഞ്ഞ ആയത്ത് നബിയെ തങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കൂല. നബി കേൾപ്പിക്കോ ഇല്ലേ എന്നുള്ളതല്ല തർക്കം, എവിടെ നിന്ന് വിളിച്ചാലും നബി കേൾക്കുമോ എന്നുള്ളതാണ് തർക്കം. അതിനാണ് ആയത്തോതേണ്ടത്. എന്തേ ആയത്തോതാൻ പേടിയാവുന്നത്? കൂലിയെങ്കിലും കിട്ടൂല, ആയത്തൊന്ന് ഓതിക്കൂടെ? ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഒന്നും കൂടെ ഓതിയ കൂലിയെങ്കിലും കിട്ടൂലേ? മരിച്ച വീട്ടിൽ എന്തായാലും ഖുർആൻ ഓതാൻ സമ്മതിക്കൂല. സംവാദ വേദിയിലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഓതിക്കൂടെ? കൂലി കിട്ടൂലേ? മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ സമ്മതിക്കൂല. സംവാദ വേദിയിലെങ്കിലും വരുമ്പോൾ ആയത്തോതാൻ മൗലവി ധൈര്യം കാണിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് കേൾക്കുമോ ഇല്ലേ എന്നതാണ് തർക്കം, അല്ലാതെ അള്ളാഹുവിന്റെ റസൂല് കേൾപ്പിക്കുമോ ഇല്ലേ എന്നല്ല. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, നബിയെ തങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കൂല എന്നാണ് നിങ്ങളുടെ പരിഭാഷ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് നബി തങ്ങൾ കേൾക്കൂല എന്നല്ല, കേൾപ്പിക്കുകയില്ല എന്നാണ്. ആവശ്യമുണ്ടോ? മധ്യസ്ഥന്റെ കയ്യിലേക്ക് കൊടുക്കാം. കേൾപ്പിക്കുമെന്നാണോ അർത്ഥം? അല്ലെങ്കിൽ ഇന്നക ലാ തുസ്മിഉ, ലാ തുസ്മിഉന്റെ അർത്ഥം അടുത്ത അവസരത്തിൽ മൗലവി പറയാൻ തയ്യാറാകണം. നബിയെ കേൾക്കൂല എന്നാണ് അർത്ഥം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു പോകും. അല്ല, നബിയെ തങ്ങൾ കേൾപ്പിക്കൂല എന്നാണ് ആയത്തെങ്കിൽ മൗലവി അത് പിൻവലിക്കാൻ തയ്യാറാകണം. ഈ നബിയെ തങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്ത് നബി തങ്ങൾ കേൾക്കുകയില്ല എന്ന് പച്ചയായ നിലക്ക് കള്ളം പറഞ്ഞ മൗലവി, എല്ലാ വേദികളിലും കള്ളം പറയുന്ന മൗലവിമാർ ഇവിടെയും അത് ആവർത്തിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ കള്ളത്തരം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നബിയെ തങ്ങൾ കേൾപ്പിക്കൂല എന്നാ. കേൾപ്പിക്കുന്നത് നബിയാ? കേൾപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതും ആര് എവിടെ പറഞ്ഞാലും ആരൊക്കെ കേട്ടാലും അതൊക്കെ കേൾപ്പിക്കുന്നത് പടച്ചവനാണ്, അല്ലാതെ നബിതങ്ങളല്ല. അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾ എഴുതി തന്നിട്ടില്ല. ഞങ്ങൾ എഴുതി തന്നത് എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും നബിതങ്ങൾ കേൾക്കുമെന്നാണ്. അതിനായത്തോതാൻ പറഞ്ഞപ്പോ നബിയെ തങ്ങൾ കേൾപ്പിക്കൂല എന്ന ആയത്തോതാൻ ഈ മൗലവിക്ക് എവിടെന്നാ ധൈര്യം കിട്ടിയത്? പാവപ്പെട്ട ജനങ്ങളെ ഖുർആൻ ഓതി പറ്റിക്കുന്ന മൗലവിമാർ ഞങ്ങളുടെ മുന്നിൽ അത് വില പോകൂല. കേൾപ്പിക്കൂല എന്ന് പറഞ്ഞ ആയത്ത് കേൾക്കൂല എന്ന് ഓതിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന ആയത്തിന് നബി തങ്ങൾ കേൾക്കുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാനം കൊടുത്തത് ഏതെങ്കിലും നിങ്ങളുടെ പരിഭാഷന്റെ കയ്യിലുണ്ട്, ഇതിലൊന്ന് കാണിച്ചു തരൂ. നിങ്ങളുടെ മൗലവിമാർ എഴുതിയ പരിഭാഷയാണ്, ഇതിലൊന്ന് കാണിച്ചു തരൂ. നബിയെ തങ്ങൾ കേൾക്കുകയില്ല എന്നാണ് ഇന്നക ലാ തുസ്മിഉൽ മൗതയുടെ അർത്ഥമെങ്കിൽ, അല്ലെങ്കിൽ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ തങ്ങൾ കേൾപ്പിക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. ഖബറിലുള്ളവർ കേൾക്കൂല എന്നല്ല. പച്ചയായ നിലയ്ക്ക് ജനങ്ങളെ വഞ്ചിക്കുന്ന ശൈലിയാണ് മൗലവി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കാണിച്ചു തരണം. കേൾപ്പിക്കുകയില്ല എന്നുള്ള ആയത്ത് നബി തങ്ങൾ കേൾക്കുകയില്ല എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കാണിച്ചു തരണം. പരിഭാഷ നിങ്ങളുടേതാണ്, ഞങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തരാം. അള്ളാഹുവിന്റെ ഖുർആനിൽ നബി തങ്ങൾ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്ത് നബി തങ്ങൾ കേൾക്കുകയില്ല എന്നതിന്റെ തെറ്റിദ്ധരിപ്പിച്ച് ദുർവ്യാഖ്യാനം നടത്തിയ മൗലവി ഒന്നുകിൽ സമൂഹത്തിനോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഈ വഞ്ചന നിർത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഓതിയിട്ടില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ ആയത്ത് മാറ്റി വേറെ ആയത്ത് ഓതാമെന്ന് പറയണം. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്തൊരാശയം ഖുർആൻ ഓതിയിട്ട് വെച്ച് കെട്ടുന്നത്. നേരത്തെ വിഷയാവതരണം പറഞ്ഞപ്പോ അതിനെ പരിഹസിച്ചുവെങ്കിലും നേരെ വന്ന് മൗലവിയുടെ മണ്ടയിലാവിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ദുർവ്യാഖ്യാനം നടത്തി മുസ്മിന്റെ അർത്ഥം കേൾപ്പിക്കുന്നവരെന്നാണ്. തങ്ങൾ കേൾപ്പിക്കുകയില്ല എന്നാണ്. കേൾപ്പിക്കുന്നത് ആര് എന്ന് തർക്കമില്ല മൗലവിമാരെ, കേൾപ്പിക്കുന്നത് അള്ളാഹു ആണ്. നബി തങ്ങൾ കേൾക്കുമോ ഇല്ലേ എന്നാണ് ഞങ്ങളുടെ തർക്കം. കേൾക്കുമെന്ന് ഞങ്ങളും കേൾക്കുകയില്ല എന്ന് നിങ്ങളും. അതിനാണ് ആയത്തോതാൻ പറഞ്ഞത്, കേൾപ്പിക്കുമോ ഇല്ലേ എന്നതിനല്ല. ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്ന മൗലവി സമൂഹത്തിനോട് വഞ്ചന കാണിക്കുകയാണ്. മാപ്പ് പറയാൻ തയ്യാറാകണം. കേൾപ്പിക്കൂല പോലും. എന്ത് കേൾപ്പിക്കൂല? കേൾക്കുന്നുള്ളതിനായത്ത്, കേൾക്കൂല എന്നുള്ളതിനായത്തോത്. നബി തങ്ങൾ കേൾക്കൂല എന്നുള്ളതിനായത്തോത്. എന്തിനിരിക്കുന്നു? ആയത്ത് ഓതിക്കൂടെ? അവിടെ ഓതി ഇവിടെ ഓതി. കാരണം പിടിക്കുമെന്ന് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് ഓതാത്തത്. ഉഷാറാവുന്നുണ്ട്, നല്ല ഉഷാറാവുന്നുണ്ട് വർത്താനം. അപ്പൊ ഏതായാലും കുറിക്കുകൊണ്ടു ഞങ്ങളുടെ ആയത്ത് കുറിക്കുകൊണ്ടു. ആയത്ത് ഓതണം, ഞങ്ങൾ ഓതിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ 2 വർത്താനം അങ്ങ് പറഞ്ഞപ്പോ അടി കിട്ടി.
അപ്പൊ മനസ്സിലായി ഇവരാ പറഞ്ഞ ആയത്ത് ഇതാണ്. അടുത്തുള്ള ആള് പറഞ്ഞിട്ട് മോനെ ലമീർ ഒന്ന് മടക്കോളി മറ്റെടുത്ത കേട്ടോന്ന്. അപ്പൊ മനസ്സിലായി ഈ ആയത്ത അതിൽ കേൾപ്പിക്കൂലെന്നല്ലോ, നീ നബിയെ നിങ്ങൾ കേൾപ്പിക്കൂലെന്നല്ലേ. കേൾപ്പിക്കൂല എന്നുള്ളതിന് ഇവിടെ ആർക്കാ സംശയം? കേൾക്കൂല എന്നുള്ളതിനല്ലേ തെളിവ് വേണ്ടത്. അതിനാ ഖുർആനിന്റെ നസ്സു പഠിക്കേണ്ടത്. ഖുർആനിന്റെ നസ്സു വായിച്ചു പഠിക്കണം നിങ്ങള്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഇന്നക ലാ തുസ്മിഉൽ മൗതാ വലാ തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓരോന്ന് പരിശോധിച്ചാലും അള്ളാന്റെ റസൂലിനോട് അല്ല പറയാണ്, നബിയെ മരിച്ചുപോയവരെ ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? മരിച്ചവരെ കേൾപ്പിക്കുന്നത് അല്ലല്ലേ, കേൾപ്പിക്കല് നബി അല്ലല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ നബിയാ കേൾപ്പിക്കല്? ജീവിച്ചിരിക്കുന്നവരെ നബിയാ കേൾപ്പിക്കല്? അപ്പൊ എന്തിനാ ആയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞത്? എന്താണ് അവിടെ ഖുസൂസിയത്ത്, എന്താണ് അവിടെ ഖാസാക്കിയത്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞ ആയത്തിന്റെ സിയാഖ്, ആയത്തിന്റെ നസ്സ് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളെ ആരോ തിരിയാതെ ആക്കിയതാണ്. ആയത്തിന്റെ നസ്സ് എന്താ? നബിയെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ആരെ? ഖബറിൽ കിടക്കുന്നവരെ. ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നബിയെ ഓതിക്കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യമാണ്, മരിച്ചവർക്ക് കേൾക്കാൻ കഴിയൂല. അതിൽ അള്ളാന്റെ റസൂലും പെട്ടു. അത് നിങ്ങൾക്ക് തിരിഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആയത്തിന്റെ നസ്സ് മനസ്സിലായിട്ടില്ല. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല. എന്നിട്ട് ഞാൻ ആയത്തിൽ പച്ചക്കള്ളം ഓതിന. ഞാൻ ആയത്തിന്റെ അർത്ഥം പച്ചക്കള്ളം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞെന്നെ നിങ്ങൾ പറഞ്ഞ്, ഞാൻ പറഞ്ഞെന്നെ നിങ്ങൾ തഫ്സീറിലുള്ളത്. നിങ്ങളെ നല്ല ഏത് തഫ്സീറിലും അങ്ങനെ ഉണ്ടാകുക. ഞാൻ പറഞ്ഞതിന്റെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിനാ ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്കണം എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആ വിഷയം. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. എല്ലാവരെയും കേൾപ്പിക്കുന്നവൻ അല്ലാഹു തന്നെയാണ്. എന്തേ മരിച്ചവരെ ഖാസാക്കിയത്? അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്നവരെ ഒരുപക്ഷെ അടുത്തുള്ളവരെ കേൾപ്പിക്കാം, അകലെയാണെങ്കിൽ കേൾപ്പിക്കാൻ കഴിയില്ല. ചെവിപ്പൊട്ടനെയാണെങ്കിൽ കേൾപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മരിച്ചവരും അതേ രൂപത്തിൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേൾപ്പിക്കാൻ നബിയെ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പ്രത്യേകം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ കേട്ടു എന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ, അങ്ങനെ ഖലീബിൽ കേട്ടു. അതിനാ പണ്ഡിതന്മാർ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുസൂസിയത്ത്, മുഅ്ജിസത്ത് എന്ന നിലക്ക് അപ്പോൾ സംഭവിച്ചതാണ്. വേറൊരു സ്ഥലത്തേക്കും അത് ബാധകമല്ല. നിങ്ങൾ ഉദ്ധരിച്ച ഖർഇനിയാലോ അതും ആ മസ്അലത്തിന്റെ സമയത്ത് മാത്രം, അല്ലാത്ത സമയത്തും ബാധകമല്ല. ഉമൂം അവിടെ ബാധകമല്ല എന്ന് മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ ആയത്തിന് മാറ്റിയർത്ഥം വെച്ചു എന്നത് നിങ്ങളുടെ വഞ്ചകമായ വർത്തമാനമാണ്. അതിവിടെ നടക്കൂല, ഞങ്ങളുടെ മുന്നിൽ നടക്കൂല. ഞങ്ങൾ കൃത്യമായ അർത്ഥം പറഞ്ഞു. അല്ലെങ്കിൽ റിവൈൻഡ് അടിച്ചു നോക്കൂ. റസൂലുള്ളാഹിനെ കേൾപ്പിക്കാൻ കഴിയില്ലാന്നോ ഞാൻ പറഞ്ഞത്? മരിച്ചവരെ കേൾപ്പിക്കൂലാന്നോ? റസൂലുള്ള കേൾക്കൂലാന്നോ ഈ ആയത്തിന് അർത്ഥം ഞാൻ പറഞ്ഞു? അല്ല. പഠിക്ക് നിങ്ങൾ എഴുതിക്കോ, ശരിക്കും എഴുതിക്കോ. ഞങ്ങൾ പറഞ്ഞതിന്റെ വിഷയം എന്താ? മുസ്മിഉൻ മൻ ഫിൽ ഖുറു, കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നബിയെ. മരിച്ചവരെയും കഴിയില്ല, ഖബറിൽ കിടക്കുന്നവരെയും കഴിയില്ല. അതിൽ നിന്ന് റസൂലുള്ളാഹി ഇസ്തിസ്നാ ചെയ്യുന്ന ഒരു ഉദ്ധരണി ഇല്ല, ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമാണ് സ്വഹീഹായ പരമ്പരയിലൂടെ വന്ന ഹദീസുകളും ആയത്തുകളുമൊക്കെ വളരെ കൃത്യമായും പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ഉദ്ധരിച്ച ആ സിഫത്തുണ്ടല്ലോ, എവിടെ നിന്നും എപ്പോഴും എങ്ങനെ വിളിച്ചാലും കേൾക്കാൻ കഴിയുമെന്ന നിങ്ങളുടെ വിശേഷണം ഇത്തരം ആയത്തുകൾക്ക് എതിരാണ്. ഹദീസ് സഹീഹായ ഹദീസുകൾക്ക് വിരുദ്ധമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദ്യത്തിന് നമ്മൾ അങ്ങോട്ട് വരും. അതുകൊണ്ട് ആയത്തിന്റെ വിഷയം തന്നെ ഞങ്ങൾ നേരത്തെ മുതലേ പറഞ്ഞു, തുടക്കം മുതലേ പറഞ്ഞു. ഇല്ല വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല. എന്തിനാണ് അവിടെ അല്ലാഹ് ഖാസാക്കിയത്? ജീവിച്ചിരിക്കുന്നവരെ എന്ന് പറയാതെ മരിച്ചവരെ, ഖബറിൽ കിടക്കുന്നവരെ എന്ന് പ്രത്യേകമാക്കാൻ കാരണം മരിച്ചവർക്ക് അങ്ങനെ ഒരു ഇന്തിഫാ, അങ്ങനെ കേൾക്കാൻ ഒരു പ്രയോജനപ്രദമായ കേൾവി അവർ കേൾക്കുകയില്ല എന്ന് വളരെ കൃത്യമായി ഈ ആയത്തുകൾക്ക് വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാർ വളരെ വ്യക്തമായും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ആയത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. വളരെ വ്യക്തമായും ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ ഓതി തന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് പഠിപ്പിച്ചു തരുന്നത് ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ കഴിയില്ല. അൽഹംദുലില്ലാ, സംവാദം വിജയിച്ചു.
കാരണം ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നുള്ളതിന് കേൾപ്പിക്കൂല എന്നാ ഞാൻ അർത്ഥം വെച്ചത്. കേൾക്കൂല എന്നുള്ളതിന് ഞാൻ ആയത്ത് ഓതിയിട്ടില്ല എന്ന് മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കൂല എന്ന് ഞാൻ അതിനർത്ഥം പറഞ്ഞിട്ടില്ല. അത് തന്നെ ഞങ്ങളും പറഞ്ഞ കേൾക്കൂല എന്നുള്ളതിന് അത് തെളിവാവൂല എന്ന്. കേൾക്കൂല എന്ന് ഞങ്ങൾ അതിനർത്ഥം പറഞ്ഞിട്ടില്ല, കേൾപ്പിക്കൂല എന്ന് തന്നെയാ പറഞ്ഞത്. അങ്ങനെയല്ലേ ഞങ്ങളും പറഞ്ഞ കേൾക്കൂല എന്നതിന് തെളിവാവൂല മൗലവിന്ന്. എന്തായാലും മൗലവി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട്. എവിടെ പറഞ്ഞാലും നാക്ക് അവസാനം കൊണ്ട് അവിടെ തന്നെ എത്തുന്നുണ്ട്. കേൾക്കൂല എന്നുള്ളതിന്റെ ഞങ്ങൾ അർത്ഥം, കേൾക്കൂല എന്ന് ഞങ്ങൾ അതിനർത്ഥം പറഞ്ഞിട്ടില്ല, കേൾപ്പിക്കൂല എന്ന് തന്നെയാണ് ഞങ്ങൾ അർത്ഥം പറഞ്ഞത്. അത് തന്നെയാണ് മൗലവി ഞങ്ങൾ പറഞ്ഞത്. കേൾക്കൂല എന്നുള്ളതിന് തെളിവാവൂല. എന്ത് നസ്? ഏതായത്തിന്റെ നസ്? ഇതാ വല്ലോ മുതുബിരിന്നോ? അതാ നസ്. അതിന്റെ അർത്ഥം ഒന്ന് വെക്കി, അപ്പൊ കാണാൻ കള്ളി വെളിച്ചത്താവണ. ഇതാ വല്ലോ മുതുബിരിന്റെ അർത്ഥം ഒന്ന് പറയും. അപ്പൊ മരിച്ചവരാണോ അല്ലാത്തവരാണോ നമുക്ക് അപ്പൊ അവിടെ നോക്കാം. അപ്പൊ ഇതാവല്ലോ മുതുബിരീൻ എന്ന് നസ്സുണ്ട്, അതുകൊണ്ട് ഇത് മരിച്ചവര് കേൾക്കൂല എന്നുള്ളൊരു തെളിവാണെന്ന്. എവിടെന്നാണ് വരുന്നത്? എന്താണ് ഓതി പഠിച്ചെന്ന് കിതാബ് എടുത്തോണ്ട് വാ, ഞങ്ങൾ കുട്ടികളെ ഓതി തരാം. എന്ത് നെഹ്വും സർഫും ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കുക. നെസ് എന്താണെന്നറിയില്ല, മുജ്മൽ എന്താണെന്നറിയില്ല, ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കുക. ആം എന്താണെന്നറിയില്ല, ഹാസ് എന്താണെന്നറിയില്ല. റസൂലുള്ളാഹി തങ്ങളെ ഒഴിവാക്കണമെന്ന്, ഒഴിവാക്കുന്നതിന് എവിടെ ഹാസ് ഉള്ളത് എന്ന് എന്തൊക്കെ ചോദിക്കുന്നത്? ഒരു പിടുത്തവും ഇല്ല. എന്തൊക്കെയാണ് എന്തോ ഇവിടെ വലിയത് കൊടുക്കുന്നു വിചാരിച്ചിട്ട് വന്നതാ. അവസാനം ഇപ്പൊ പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുകയില്ല എന്നുള്ളത് എന്ന് ഞങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ കേൾപ്പിക്കൂല എന്ന് തന്നെയാണ് ആയത്തിന്റെ അർത്ഥം എന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിന്റെ, നിങ്ങളുടെ വാദത്തിന്റെ തെളിവാകൂല എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്. കേൾപ്പിക്കൂല എന്നാണ് അതിന്റെ അർത്ഥമെന്നും കേൾക്കൂല എന്ന് ഞങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല എന്നും മൗലവി തന്നെ പറഞ്ഞ നിലയ്ക്ക് അതിന് ആ വാദത്തിന്റെ തെളിവാക്കാൻ പറ്റില്ല. കാരണം വാദത്തിന്റെ തെളിവാക്കണമെങ്കിൽ നബി തങ്ങൾ കേൾക്കൂല എന്ന് വരണ്ടേ. കേൾക്കൂല എന്ന് അർത്ഥം പറഞ്ഞിട്ടില്ല എന്ന് മൗലവി തന്നെ പറഞ്ഞല്ലേ, നിങ്ങൾ കേട്ടില്ലേ? കേൾക്കൂല എന്നതിന് അർത്ഥം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കേൾപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മാത്രമല്ല നിങ്ങളുടെ പരിഭാഷ. എന്നാൽ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല തീർച്ച. മരിച്ചവരെ കേൾക്കൂല തീർച്ച എന്നല്ല, മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല തീർച്ച എന്നാണ് മൗലവിമാര് ഈ ആയത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. കേൾപ്പിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. മരിച്ചവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും ആരായാലും കേൾപ്പിക്കുന്നവൻ പടച്ചവൻ തന്നെയാണ്. മരിച്ച നബിതങ്ങൾ കേൾക്കുമോ? മോചിസത്തല്ലേ? എന്താ ഇപ്പൊ നബിതങ്ങൾക്ക് മോചിസത്തില്ലേ? ഖലീബ് ബദറിൽ കേട്ടത് മോചിസത്താണ്. ഇപ്പൊ എന്താ നബിതങ്ങൾക്ക് മോചിസത്ത് നഷ്ടപ്പെട്ടു പോയോ? വഫാത്തായതോടുകൂടി നബിതങ്ങളുടെ എല്ലാ മോചിസത്തും തീർന്നു പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതേ മോചിസത്തോടെ നബിതങ്ങൾ ഇന്നും റൗളയിലുണ്ട്, ആ ഖബർ ശരീഫിലുണ്ട്, മദീനയിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്ന നബിതങ്ങൾ കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതും. ആയത്തും ഹദീസും വേറെ തെളിവുണ്ട്, ചോദിക്കുക അപ്പൊ പറഞ്ഞുതരാം. നബിതങ്ങൾക്ക് ഇപ്പോഴും മോചിസത്തുണ്ട്, അല്ലെങ്കിൽ നബിതങ്ങളുടെ മോചിസത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് ഇവിടെ പറയാൻ ധൈര്യമുണ്ടോ? നബിതങ്ങളുടെ എല്ലാ മോചിസത്തുകളും അവസാനിച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? മോചിസത്തുള്ള നബിതങ്ങളാണ് ഖബറിലുള്ളത്, മദീനയിലുള്ളത്. ആ മോചിസത്തുള്ള നബിയെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ മോചിസത്ത് കൊണ്ടാണ് നബിതങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലാതെ മോചിസത്ത് കൊണ്ട് ഖലീബ് ബദറിൽ കേട്ടുവെങ്കിൽ ഇപ്പൊ എന്റെ മോചിസത്ത് ഇല്ലേ? എന്ത് മൗലവിയായത്? നബിതങ്ങൾക്ക് മോചിസത്തും ഇല്ലാന്ന് പറയുന്ന ആളാണ് ഇപ്പം. എന്തൊരു കഷ്ടം! ഇതാ വല്ലോ മുദ്ബിരീൻ, ഇതാ വല്ലോ മുദ്ബിരീൻ. എന്താ അതിന്റെ അർത്ഥം? നസ്സാണ് പോലും. എന്തിന്റെ നസ്? എന്തിന്റെ നസ്? കേൾക്കൂല എന്നുള്ളതിന് നസ്സോ? കേൾക്കൂല എന്നുള്ളതിന് നസ്സോ? അത് മൗലവി. റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുകയില്ല എന്നുള്ളതിന് ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നതും അതുപോലെ അതിന്റെ നസ് എന്ന് നിങ്ങൾ പറഞ്ഞ ഇതാവല്ലോ മുദ്ബിരീനും അതിന്റെ നസ്സാണെന്ന് ഒന്ന് അർത്ഥം പറഞ്ഞുകൊണ്ട്, നസ്സാണെങ്കിൽ പിന്നെ വിശദീകരണം ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. നസ്സല്ലേ, വ്യക്തമല്ലേ? അപ്പൊ വ്യക്തമാണ് എങ്കിൽ അതിന്റെ അർത്ഥം മൗലവി എന്ന് പറയണം. ഇതാവല്ലോ മുദ്ബിരീൻ നസ്സാണ് പോൽ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കൂല എന്ന്. ഏതായത്താണ്? ഏത് ഖുർആൻ വ്യാഖ്യാതാവാണ്? ഏത് പരിഭാഷകനാണ് അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് മൗലവി? നിങ്ങളുടെ പരിഭാഷയെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. ഒരു കിതാബ് വായിക്കണ്ട, കിതാബ് വായിക്കാൻ കിട്ടൂല. നമുക്കറിയാം, ഹറക്കത്തിനകത്ത് കിതാബ് ഒന്ന് വായിക്കാൻ കൊടുത്തുള്ള ഗൗരവം നമുക്കറിയാം. അതുകൊണ്ട് അതൊന്നും വേണ്ട, പരിഭാഷ എടുത്തൊന്ന് വായിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ മൗലവിയുടെ നിങ്ങൾ പുറത്തിറക്കിയ പ്രസിദ്ധീകരണം എടുത്തിട്ട് ഇതാവല്ലോ മുദ്ബിരീൻ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചാൽ കേൾക്കൂല എന്നുള്ളതിന്റെ നസ്സാണ് എന്ന് ധൈര്യമുണ്ട് എങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കാതെ ഓതണം. ഇതാവല്ലോ മുദ്ബിരീൻ നസ്സാണ് പോൽ അല്ലാഹു
അള്ളാഹുവിന്റെ റസൂലിനെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞു കേൾക്കൂല എന്നല്ല ഞാൻ അർത്ഥം പറഞ്ഞിട്ടുള്ളത്, കേൾപ്പിക്കൂല എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വാദത്തിന് അത് തെളിവാകൂല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇനി ഇതാവല്ലോ മുദ്ബിരീൻ കേൾക്കൂല എന്നുള്ള നസ്സാണ് എന്ന് പറഞ്ഞു, അർത്ഥമൊന്ന് പറയൂ. കേൾക്കൂല എന്നതിന്റെ അർത്ഥം പറഞ്ഞത് ആരാണെന്നൊന്ന് പറയൂ. ആ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരേണ്ടതാണ്. ഇപ്പൊ ശരിക്ക് മുദ്ബിർ തന്നെയായി. വല്ലവും മുദ്ബിരിയും പറഞ്ഞു അവസാനം മുദ്ബിറിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, നിങ്ങൾ പിന്നോട്ട് തന്നെ, നിങ്ങൾ തകർന്നു തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം വീണ്ടും നിങ്ങൾ പറയുന്നു. എന്ത് കേൾപ്പിക്കൂല എന്നല്ലേ ഞാൻ അർത്ഥം വെച്ചത്? അതെന്തിനാ ഞാനാ പറഞ്ഞത്? നിങ്ങൾ എന്റെ പേരിൽ ഒരു ആരോപണം നടത്തി. ഞാൻ ആ ആയത്തോതിയിട്ട് അർത്ഥം മാറ്റി എന്ന ആരോപണം, ആ ആരോപണത്തിനാ ഞാൻ മറുപടി പറഞ്ഞത്. ആയത്തോതിയിട്ട് ഞാൻ അർത്ഥം പറഞ്ഞത് ഇന്നക ലാ തുസ്മിഉൽ മൗതാ വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ. ആ മുദ്ബിരീങ്ങളിൽ ഇതാ നിങ്ങളും പെട്ടിരിക്കുന്നു. ഇല്ല, ജീവിച്ചിരിക്കുന്ന നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന അല്ലാഹുവിന്റെ ആ തസ്ബീഹ് സത്യസന്ധമായി ഇവിടെയും പുലർന്നിരിക്കുന്നു. നിങ്ങളുടെ ചെവികളിൽ എന്തൊക്കെയോ അടിച്ച് തറപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറ്റിയതാണ്. എന്താ റസൂലുള്ളാഹിക്ക് ഇപ്പൊ മുഴുവത്തില്ലേന്ന്? അതിനാ ഹദീസിന്റെ വാചകം പഠിക്ക് നിങ്ങള്, ഹദീസിന്റെ മത്തന് വായിക്ക് നിങ്ങള്. നിങ്ങൾക്ക് വിവരമില്ലേ? ഹദീസിന്റെ മത്തന് അൽ ആൻ ഇപ്പോൾ, ഈ സന്ദർഭത്തിൽ ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ്. അതിനാ മഹാനായ ഖത്താദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തിനാണ് അവിടെ സംഭവിപ്പിച്ചത്? എന്തിനാണ് ആ മുഅ്ജിസത്ത് അവിടെ ഇൽഹാർ വന്നത്? അവരെ അല്ലാഹുവിന്റെ തൗഹീദിൽ നിന്ന് മാറിപ്പോയതിന്റെ പേരിൽ, റസൂലുള്ളാഹിനെ ധിക്കരിച്ചതിന്റെ പേരിൽ അവർക്ക് ഹസറത്തും നദാമത്തും തൗബീഖൻ നൽകും. അതിനാണ് അവരെ കേൾപ്പിച്ചിട്ടുള്ളത്. അതപ്പോഴത്തേക്ക് വേണ്ടി മാത്രമാണ് ബാധകമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? പിന്നെ ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് പറഞ്ഞ ആയത്തിന് എവിടുന്നാ മൗലവി അങ്ങനെ അർത്ഥം കിട്ടിയത്? അതിനാ ഞാൻ പറഞ്ഞ നിങ്ങൾ കിതാബ് പഠിച്ചിട്ടില്ല. ആയിഷ ബീവി അതാ ആയത്തോതി കേൾപ്പിച്ചു. മരിച്ചവർ കേൾക്കൂല എന്നതിന്റെ തെളിവിന് ആയിഷ ബീവിയെ കണ്ണിക്കാൻ ഇല്ല മക്കളെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ആയിഷ ബീവി ഖുർആനിന്റെ ഞാൻ ഓതിയ ആ നസ് വകാനതു ഉമ്മുനാ ഫിൽ ഇൽമി ബഹ്റാ തഹുല്ലു ലിസായിലിഹൽ മുശ്കിലാതി അല്ലമഹൽ നബിയ്യു അജല്ല ഇൽമി വകാനതു മിൻ അജല്ലിൽ ആലിമാതി എന്ന് ആയിഷ ബീവിയെ കുറിച്ച് അതാ പിൽക്കാല പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നവർ പണ്ഡിത സൂര്യ തേജസ്വിയാണ്. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂലിൽ നിന്ന് പഠിച്ചതാണ്. അവർ ആയത്തോതി കേൾപ്പിച്ചുകൊണ്ട് ഗണ്ണിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ ആ ഗണ്ണനത്തിനെതിരെ വർത്തമാനം പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അപ്പുറത്തേക്ക് മാത്രമാണ്. ഇനി പിന്നെ മരിച്ചവർ കേൾക്കൂലേ? അള്ളാന്റെ റസൂൽ അയ്യുഹൻ നബിയു എന്ന നിസ്കാരത്തിലോ അപ്പോഴോ വല്ലാതെ വിളിച്ചാൽ കേൾക്കൂലേ? കേൾക്കൂലെന്ന് ഞാൻ ആയത്തോതി. ഇതാ എന്റെ കയ്യിൽ നിങ്ങളുടെ ശൈഖുനയുടെ പുസ്തകം ഞാൻ വായിക്കുകയാണ്. എന്താണ് ആ പുസ്തകത്തിൽ? കേട്ടോളൂ. അതാ എന്താ ആയത്ത്, എന്താ വിഷയം? നിങ്ങളാ ചോദിച്ച അതേ ചോദ്യം. ഫഖാലു ലൗ ലം യസ്മഉ സലാമ, സലാം റസൂലുള്ള കേൾക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ വിളി റസൂലുള്ള കേൾക്കില്ലെങ്കിൽ, ലകാന ഖിതാബുഹും ബിഹി അബസ, അത് വെറും വർത്തമാനമായി പോകില്ലേ? അപ്പോഴോ അപ്പൊ പറഞ്ഞു ബഹുവ ബഅസുൽ ലഈഫുൽ, അത് ദുർബലമായ ഒരു വാദമാണ്. നിൽക്ക കള്ളിയില്ല മുസ്ലിയാക്കന്മാരെ, ദുർബലമായ വാദം. കഴിഞ്ഞില്ല, കേട്ടോളൂ. ലിഅന്നഹു യഹ്തമിലു ഖിലാഫ ദാലിക്, അതിനെതിരാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണത്? ഫഖദ് തബത ഫി തശഹുദി മുഖാതബത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ലാ യസ്മഉ ജമീഅ ദാലിക ഖത്ആ. അത്തഹിയാത്തിൽ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചാൽ ഇല്ല, കേൾക്കാൻ സാധ്യമല്ല, അത് മുഴുവനായി കേൾക്കുമെന്ന വാദം തെറ്റാണ് മുസ്ലിയാക്കന്മാരെ. ലാ യസ്മഉ ജമീഅ ദാലിക ഖത്ആ, അത് മുഴുവനായും കേൾക്കുമെന്ന് ഉറപ്പായും അത് തെറ്റാണ്. കഴിഞ്ഞില്ല. ഫഖിതാബുൽ മൗതാ ബിസ്സലാമി ഫീ ഖൗലിൽ ലദി യദ്ഖുലുൽ മഖ്ബറ അസ്സലാമു അലൈക്കും അഹ്ലൽ ഖുബൂരി മിനൽ മുഅ്മിനീൻ ലാ യസ്തൽസിമു അന്നഹും യസ്മഊന ദാലിക് ബൽ ഹുവ ബിമഅന ദുആ. പഠിച്ചോ മുസ്ലിയാക്കന്മാരെ, പഠിച്ചോ. അയ്യുഹൻ നബിയു, ഓ നബിയേ എന്ന് വിളിച്ചു
വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും അതെന്തേ നിങ്ങൾ പറയുന്ന വർത്താനം രക്ഷിക്കണേന്നോ? ഇല്ല, അത് കേൾക്കാൻ കഴിയില്ല. പിന്നെയോ അത്തഹിയാത്തിൽ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചാൽ ശേഷം എന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നതിന് മുമ്പിലുള്ളത്. അത് വിളിച്ചാൽ റസൂലുള്ള കേൾക്കുമെന്നല്ല, പഠിച്ചോ നിങ്ങളെ ശൈഖുനാന്റെ കിതാബെന്ന്, കേൾക്കുമെന്നല്ല, മറിച്ച് അവിടെ ഒരു പ്രാർത്ഥനയാണ്. പടച്ചോനെ, എൻ്റെ ഈ പ്രാർത്ഥന, എൻ്റെ ഈ സലാം, എൻ്റെ ഈ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കണേ, അതിന് ഉത്തരം നൽകണേ, എനിക്ക് നന്മ നൽകണേ എന്ന പ്രാർത്ഥനയാണെന്ന് നിങ്ങളെ ശൈഖുനയുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാനിതാ വായിച്ചിട്ടുള്ളത്. വേണമോ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടിട്ടില്ല കിതാബ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ സെക്ഷൻ ആരംഭിക്കുകയാണ്. അടുത്തതായി ചോദ്യത്തിനുള്ള അവസരം മുജാഹിദ് പക്ഷത്താണ്. മുജാഹിദ് പക്ഷത്തു നിന്നും ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം ചോദ്യം ചോദിച്ച സഹോദരൻ അയ്യുഹൻ നബിയു, ഓ നബിയെ, ഏ നബിയെ എന്ന് എവിടൊന്ന് വിളിച്ചാലും റസൂലുള്ള കേൾക്കുമോ? കേൾക്കില്ല എന്ന് ഞങ്ങൾ അതിനായത്തോതി. ആ ആയത്തിനെ തൊടാൻ കഴിഞ്ഞില്ല. ആയത്തുമനെ കുറിച്ച് കുറെ വർത്തമാനം പറഞ്ഞു പോയി എന്നല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തമായ നിലക്ക് പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആ വിഷയം ഓരോന്നും വിശദീകരിച്ചു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ആയിഷ ബീവിയുടെ റിപ്പോർട്ട് പഠിപ്പിച്ചു തന്നു. ഖലീബ് എന്താണ് സംഭവിച്ചെന്ന് പഠിപ്പിച്ചു തന്നു. ഓരോന്നും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞോളൂ, ഈ സംവാദം അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും എനിക്കറിയാം. കാരണം നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പഠിച്ച്. കാരണം ഈ കിതാബ് പോലും നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഞെട്ടിപ്പോയിരിക്കപ്പോ ആകെ ഞെട്ടല്ല നിങ്ങളുള്ളത് തന്നെ, ബേജാറിലപ്പം നിങ്ങളുള്ളത് തന്നെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ബാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടില്ല, ഇനി ബാക്കി വായിക്കാനുണ്ട്. പിടിച്ചതിനേക്കാൾ വലുതാ മാളത്തിലുള്ളത്. കഴിഞ്ഞിട്ടില്ല, ഓരോന്നും പുറത്തു വരും ഇൻഷാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാദം ഉണ്ടല്ലോ. എന്താ വാദം? റസൂലുള്ളാഹിനെ എവിടെ വെച്ചും എപ്പോൾ എങ്ങനെ വിളിച്ചാലും അള്ളാന്റെ റസൂല് കേൾക്കുമെന്ന നിങ്ങളുടെ വാദം, ആ വാദത്തിന് കൃത്യമായൊരു പ്രമാണം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോ ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഏതു സമയത്തും എപ്പോൾ വിളിച്ചാലും കേൾക്കുമെന്ന നിങ്ങളുടെ ഈ വാദം, അതാണല്ലോ നിങ്ങളുടെ വാദവും നിങ്ങളുടെ വിശ്വാസവും ഒക്കെ. അങ്ങനെയാണല്ലോ തങ്ങളെന്നൊക്കെ വിളിക്കലും നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആ വാദത്തിന് അള്ളാന്റെ റസൂല് കേൾക്കുമെന്നതിന്, എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് നിങ്ങൾ ഓതുക. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നിങ്ങൾ ഓതുക. എന്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് വിളിച്ചാലും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നതിന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നതിന് ഒരു തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുക. ഇൻഷാ അല്ലാഹ് ആയത്ത് ഓതി കഴിഞ്ഞാൽ നമുക്കതൊന്ന് പറയാം. അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും കേൾക്കും എന്ന നിങ്ങളുടെ വാദം അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് ഞങ്ങൾ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു. ശേഷം നിങ്ങൾ അതിനെ പറയാൻ ഉദ്ധരിച്ച ഓരോ വാചകങ്ങളെയും ഞങ്ങൾ മണിമണിയായി ഹദീസുകളുടെ പിൻബലത്തോടെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാചകത്തിലൂടെ ഓരോരുത്തരുടെയും ഖൗലിലൂടെ ഞങ്ങൾ ഇതാ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓരോ വാചകങ്ങളെയും ഞങ്ങൾ ഗണ്ണിച്ചിട്ടുണ്ട്. ഇതാ അവസാനം വീണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കഴിയുമോ ഒരായത്ത് ഉദ്ധരിക്കാൻ? അള്ളാഹുവിന്റെ റസൂൽ, മറന്നുപോണ്ട, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് സ്ഥലത്തുനിന്ന് എപ്പോൾ എവിടെ എങ്ങനെ വിളിച്ചാലും, എവിടെ വെച്ചും എങ്ങനെ വിളിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ വാദത്തിന് കൃത്യമായ തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ അഡ്വാൻസ് പറയാം, ഖലീബ് കൊണ്ടുവരണ്ട. അത് റസൂലുള്ള അല്ല, അത് അബൂജഹലാണ്. അത് നമ്മളെ ശത്രുവാണ്. നിങ്ങളെ മിത്രമാണോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിന്റെ ശത്രുവാണ്. അതുകൊണ്ട് അയാളുടെ തെളിവ് ഇവിടെ വേണ്ട. പിന്നെ ഖർഇനി ആല് നിങ്ങൾ കൊണ്ടുവരരുത്, നാണക്കേടാണ്. കാരണം അത് ആ മസ്അലത്തിന്റെ സമയത്ത് ചിലപ്പോൾ കേട്ടുവെന്ന് വന്നേക്കാം. അതാവട്ടെ എല്ലാ സമയത്തും കേൾക്കുമെന്നതിന്റെ തെളിവല്ല. നിങ്ങളെ വാദത്തിന് അത്
ശരിയുമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും വലിച്ചു കൊണ്ടുവരണ്ട. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതുക. എന്താ ആയത്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ വിളിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും എന്നതിന്റെ തെളിവ് നിങ്ങൾ പറയണം. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം, ഇനി ചോദ്യത്തിന്റെ അവസരത്തിൽ ചോദിച്ചില്ല എന്ന് പറയണ്ട, നിങ്ങളൊന്ന് തെളിയിക്കണം. നിങ്ങളെ കൂട്ടത്തിൽ വിഷയാവതാരകൻ പറഞ്ഞൊരു പച്ച നുണയുണ്ട്, ആ നുണയൊന്ന് തെളിയിക്കണം. ഹദീസ് വായിച്ച് അർത്ഥം വെക്കണം. എന്ത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നജിദിൽ ജനിച്ചുവെന്നും അവിടെ അങ്ങനെയൊക്കെയാണ്, അത് ആ നജിദാണെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നജിദാണ് ഉദ്ദേശിച്ചതെന്നും ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കണം അക്കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ്. കാരണം നിങ്ങളൊരു നുണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ തെളിയിക്കും. ഹദീസിന്റെ ഓരോ വാചകങ്ങളും വായിച്ചിട്ടൊന്ന് അർത്ഥം വെക്കണം. ഈ നുണ കേരളത്തിലുടനീളം നിങ്ങളും 85കാരും ഇങ്ങനെ പറയാൻ തുടങ്ങി കുറെ നാളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അശ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിൽ ഫായിസീന ബില്ലാഹ്. ഒരു കിതാബ് വായിച്ചു, അതിൻ്റെ മുൻഭാഗം ഒന്നുകിൽ മൗലവി വായിക്കണം, അല്ലെങ്കിൽ അധ്യക്ഷൻ്റെ കയ്യിലേക്ക് കിതാബ് കൊടുക്കണം, ഞങ്ങൾക്ക് വായിക്കാൻ തരണം. രണ്ടാലൊന്ന്, കാരണം വ്യവസ്ഥയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, വായിക്കുന്ന ഉദ്ധരണികൾ കാണിക്കാൻ തയ്യാറാകണം, അധ്യക്ഷൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറാകണം. ഒന്നുകിൽ അതിൻ്റെ മുൻഭാഗം വായിക്കുക, അല്ലെങ്കിൽ അധ്യക്ഷന്മാർ ഇടപെട്ട് അത് വാങ്ങിത്തരിക. രണ്ടാലൊന്ന് ചെയ്യേണ്ടതാണ്. ഇനി ചോദ്യത്തിന് മുമ്പ് റെഡിയാക്കി തരണമെന്ന് അധ്യക്ഷനോട്, പഞ്ചായത്ത് വിഭാഗം അധ്യക്ഷനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എന്തായാലും ചോദ്യം ചോദിച്ചപ്പോഴേ ആദ്യം പറഞ്ഞു, കാരണം നേരത്തെ മറുപടി നല്ലോണം കിട്ടി. ഖലീബ് ബദർ ഓതണ്ട, അത് വായിക്കണ്ട, അതിൽ തൊട്ടാൽ നേരത്തെ കുളം ആയതാണ് എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ട് പറയാം. അത് ഓതണ്ട, കാരണം അതിൽ പിടിച്ച് നേരത്തെ പൊള്ളിയതാണ്, അത് പറയണ്ട എന്നാ പറയുന്നത്. എന്തായാലും നല്ല വട്ടം ഉണ്ടായിട്ടുണ്ട്, എന്തായാലും നല്ല വട്ടം. കാരണം അത് നേരത്തെ കുറിക്ക് കൊണ്ടുകൊണ്ടാ പറയുന്നത്. ഇനി അത് ഓതല്ലേ, കാരണം അതിനി തൊടാനെനിക്ക് പറ്റൂലേ എന്ന നിലയ്ക്ക് ആ മൗലവിയുടെ സംസാരം. ഇനി രണ്ടാമത് ആയത്ത് വേണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്നുള്ളതിന്റെ ആയത്ത്, ഖുർആന്റെ ആയത്ത് ഓതണമെന്നാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ. ഖുർആനിന്റെ ആശയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനാദരവായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വിളിക്കരുത്. ആദരപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വിളിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അത് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, നഹ്വ് അറിയില്ല, സർഫ് അറിയില്ല, ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോയി, നിങ്ങൾ കേട്ടോളാം. അല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിന്റെ വിളി. അല്ലദീന എന്നുള്ളത് ബഹുവചനമാണ് എന്നറിയാത്തവർ ആരുമില്ലല്ലോ. അതും പഠിച്ചോ? അറിയത്തില്ല, എന്തായാലും പഠിച്ചോ. അല്ലദീന എന്നുള്ളത് ബഹുവചനമാണ്. അൽ മുഅ്മിനൂന അല്ലദീന യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനോട് അനാദരവ് വരുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നബിതങ്ങളെ വിളിക്കരുത്. ആദരപൂർവം ആദരിച്ചു പറയുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കണമെന്ന് മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന്റെ നിർദ്ദേശം. കേൾക്കുകയില്ല എങ്കിൽ, നബിതങ്ങൾ കേൾക്കുകയില്ല എങ്കിൽ ഈ ആദരപൂർവം വിളിക്കണമെന്ന് അള്ളാഹു പൊട്ടത്തരം പറയുന്ന ആളാണോ? കേൾക്കാത്തൊരു കാര്യം അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണോ? നബിതങ്ങൾ കേൾക്കുകയില്ല എന്നാണ് എങ്കിൽ, വിളിച്ചാൽ നബിതങ്ങൾ കേൾക്കുകയില്ല എങ്കിൽ ആ ഒരു കാര്യം അള്ളാഹു തആല നമ്മളോട് കൽപ്പിക്കോ? എന്തായാലും നബിതങ്ങൾ കേൾക്കുന്നില്ല, എന്ന് വിളിച്ചു നോക്കുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. അള്ളാഹു പറഞ്ഞത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അനാദരവ് വരുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നബിതങ്ങളെ വിളിക്കരുത്. ആദരവ് ഉൾക്കൊള്ളുന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കണമെന്ന് അല്ലദീന ആമനു അഥവാ വിശ്വാസികൾ, ആ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ആമാണ്. നേരത്തെ പറഞ്ഞില്ലേ ഖാസു ആമക്കെ, ഇതാ പഠിച്ചോ. അല്ലദീന ആമനു എന്ന് പറഞ്ഞത് വിശ്വാസികൾ എന്നാണ് അർത്ഥം. ആ വിശ്വാസികളിൽ സർവ്വ വിശ്വാസികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിശ്വാസികൾ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ തഖ്സീസ് കൊണ്ടുവരണം. അതിന്റെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആമായ
ഒരു വാചകമാണ് ഉദ്ധരിക്കുന്നത് എങ്കിൽ അതിനെ ഇനി തഖ്സീസാക്കണമെങ്കിൽ തഖ്സീസ് മുഖസ്സിസ് വേണം. എവിടെ മുഖസ്സിസ്? ആ മുഖസ്സിസ് കൊണ്ടുവന്നിട്ട് വേണം പറയാൻ ഇതിൽ ചില മുഅ്മിനീങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അല്ലാതെ അവർ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലദീന ആമനു എന്ന് പറയുന്നത് അത് വ്യാപകമാണ്, ആമാണ്, എല്ലാ മുഅ്മിനീങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ആരെങ്കിലും പെട്ടിട്ടില്ല എന്ന് മൗലവി സ്വന്തം വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. എവിടെയാണ് ഇവിടെ മുഖസ്സിസ്? ഏതാണ് തഖ്സീസിന്റെ വാചകം? ആരാണ് അതിനെ തഖ്സീസ് ചെയ്തിട്ടുള്ളത്? അത് പറഞ്ഞുകൊണ്ടായിരിക്കണം പെട്ടിട്ടില്ല എന്ന് പറയേണ്ടത്. അല്ലാതെ മൗലവി അങ്ങനെ വിട്ടിട്ടില്ല, അവര് വിട്ടിട്ടില്ല മൗലവിയുടെ പ്രസംഗം കേൾക്കാനല്ലോ നമ്മൾ വന്നത്, നമ്മൾ തെളിവ് ധരിക്കാനല്ലേ പറഞ്ഞത്. മൗലവി എന്തെങ്കിലും അവസാനത്തെ സെഷനിൽ എടുത്ത് അപ്പുറം ഇപ്പുറം കട്ടിട്ട് വായിച്ചതാണത്. അപ്പുറം ഇപ്പുറം അതിന്റെ മുകൾ ഭാഗം വായിക്കാൻ മൗലവിക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ അധ്യക്ഷന്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ തയ്യാറാകുമോ ഇല്ലേ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് തഖ്സീസാണ്. ചില മുഅ്മിനീങ്ങൾ പെട്ടിട്ടില്ല എങ്കിൽ അത് ഏത് വാചകമാണ് ആ മുഅ്മിനീങ്ങളെ പുറത്താക്കിയത്? മുഖസ്സിസ് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനു, സകല സത്യവിശ്വാസികളെയുമാണ് അല്ലാഹു വിളിച്ചിട്ടുള്ളത്. ആ സകല സത്യവിശ്വാസികളിൽ നിന്നും ഇനി ആരെങ്കിലും 5 മിനിറ്റ് തേക്കാൻ ഇനി നഹ്വിന്റെ വർത്തമാനം ഞാൻ ഒന്ന് പറഞ്ഞപ്പോൾ ഏതായാലും പഠിച്ചത് നന്നായി. ഖാസും ആമും ഒക്കെ ഇൻഷാ അല്ലാഹ് ഓരോന്ന് ഇങ്ങനെ പഠിക്കാൻ പോകണുള്ളൂ. ഇനി അടുത്ത് ഓരോന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഏതായാലും ഇനി ഒന്ന് സർഫും കൂടെ നടത്തിയാൽ ശരിയായി. ഇപ്പൊ ഏതായാലും ഒരു കാര്യം എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ വിഷയം എന്താ? ഞാൻ ഖുർആനിന്റെ ആയത്തിന്റെ ഭാഗം പറയുകയാണ്. അത് ഇന്ന് പഠിച്ചതാ, അത് ഞാനാ പഠിപ്പിച്ചത്. ആയത്തോതാതെ അർത്ഥം പറഞ്ഞു പഠിപ്പിച്ച് നിങ്ങളെ സംവാദത്തിന്റെ സംവാദം എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചു തരാം. ഞങ്ങള് മനസ്സിലായോ? അപ്പോ നിങ്ങളാ പറഞ്ഞ വിഷയം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ റസൂലുള്ളാഹിനോട് അപമര്യാദയുള്ള അത്തരം വർത്തമാനങ്ങളൊന്നും പറയരുത്. റസൂലുള്ളാഹിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല മര്യാദയുള്ള വർത്തമാനം പറയണം. ഇത് അല്ലദീന ആമനു എന്നല്ലേ പറഞ്ഞത്? സത്യവിശ്വാസികളോടല്ലേ പറഞ്ഞത്? അതേ, കാഫിരീങ്ങൾ അതിനെതിരാണ്. അതുകൊണ്ടാ റസൂലുള്ളാഹിനോട് ഖുർആൻ പറഞ്ഞത്. അതേ, സത്യവിശ്വാസികളോട് ഖുർആൻ പറഞ്ഞു, യഹൂദികളുടെ വർത്തമാനം പോലത്തെ വർത്തമാനം നിങ്ങൾ പറയരുത്. ആരോട്? റസൂലുള്ളാഹിനോട്. ഇപ്പോഴും അത് തന്നെ വിഷയം മക്കളെ. അതിവിടെ റസൂലുള്ള കേൾക്കുമെന്നതിന്റെ തെളിവ് കൊണ്ടുവാങ്ങള്. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനെ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ സഫിയല്ലാഹ് എന്ന് തന്നെയാണ് പറയേണ്ടത് റസൂലുള്ളാഹിനെ. മറ്റവ ജൂതന്മാര് കളിച്ചതുപോലെ ദ്വയാർത്ഥമുണ്ടാക്കുന്ന വർത്തമാനം നിങ്ങൾ പറയല്ലേ സത്യവിശ്വാസികളെ. അള്ളാന്റെ റസൂൽ അത്യുന്നതനാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ വേണം കേട്ടോ എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഞങ്ങളെ ചോദ്യം എന്താ? അള്ളാന്റെ റസൂലിനെ എവിടെ വെച്ചും എങ്ങനെയും എപ്പോഴും ഏത് സ്ഥലത്ത് വെച്ച് വിളിച്ചാലും റസൂലുള്ള കേൾക്കും. ആ കേൾക്കും എന്നതിനാണ് തെളിവ് വേണ്ടത്. നിങ്ങൾ എഴുത ആയത്തിൽ ആ ഒരു പ്രയോഗം പോലുമില്ല. പിന്നെയോ സത്യവിശ്വാസികൾ ഇനി ഖാസും ആമും പറഞ്ഞ എന്തിനാ? അത് അന്നത്തെ കാലത്തുള്ളവർക്കാണോ ഇന്നത്തെ കാലത്തുള്ളവർക്കാണോ എന്നൊക്കെ വർത്തമാനം പറയും. തിരിച്ചു കൊണ്ടുപോകാനുള്ള വർത്തമാനാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിങ്ങളെപ്പോലെ കുറെ കഴിഞ്ഞല്ലേ മക്കളെ.